ഹലോ ഗൈസ്, നമ്മൾ ഇന്നൊരു എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഫ്രൈഡ് റൈസിൽ ഇടാൻ എല്ലാ പച്ചക്കറിയൊന്നും ഇല്ലെങ്കിലും ഉള്ളത് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ക്യാപ്സിക്കം, ക്യാരറ്റ്, കുറച്ച് സവാള, കുറച്ച് വെളുത്തുള്ളി, അത് മാത്രമേ ഉള്ളൂ. അതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 8 മുട്ടയോളം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ടൊമാറ്റോ സോസ് ചെറിയൊരു പാക്കറ്റ് വാങ്ങിയത്. അപ്പം തന്നെ നമ്മുടെ അപ്പുണ്ണി കുറച്ചെടുത്ത് കഴിച്ചിട്ടുണ്ട്. ഇപ്പം മനസ്സിലായില്ല എന്തുകൊണ്ടാണ് വലുത് ഇവിടെ വാങ്ങി വെക്കാത്തതെന്ന്. മുട്ടയിലേക്ക് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അരി ഏകദേശം വെന്ത് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് മുട്ടയൊന്ന് ചിക്കി എടുക്കാം. അങ്ങനെ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മുട്ട അങ്ങനെ ചിക്കി എടുത്തിട്ടുണ്ട്. അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു. ഇനി അതേ പാനിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് വെളുത്തുള്ളിയൊക്കെ വഴറ്റിയെടുത്ത് പിന്നെ എല്ലാ പച്ചക്കറി നമ്മൾ വഴറ്റിയെടുക്കാൻ കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്തെന്നില്ലാത്തൊരു വിശപ്പ് തോന്നിയപ്പോൾ ഒരു പഴം അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് നല്ല മധുരമുള്ള പഴമായിരുന്നു കേട്ടോ. ഇന്ന് എൻ്റെ മുഖത്തിന് കുറച്ച് തെളിച്ചം തോന്നുന്നില്ലേ? അതൊന്നും കൊണ്ടല്ല, ത്രെഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ സ്വന്തമായി ത്രെഡ് ചെയ്തതാണ്. കൊള്ളാമെങ്കിൽ കമന്റ് ചെയ്യണേ. വഴണ്ട് വന്ന പച്ചക്കറിയിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും സോയ സോസും ഇട്ട് മിക്സ് ചെയ്ത് പിന്നെ മുട്ടയും കൂടെ മിക്സ് ചെയ്ത് പിന്നെ ചോറിലേക്ക് ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തപ്പോൾ നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി. അങ്ങനെ കുറച്ച് മയണൈസും ഉണ്ടാക്കി ടൊമാറ്റോ സോസും ഒരു പാത്രത്തിലേക്ക് ആക്കി. ഇന്നത്തെ വീഡിയോ